പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നിങ്ങൾക്കെല്ലാവർക്കും +2 ബിസിനസ് ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ പ്ലാനിംഗ് എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആസൂത്രണം എന്ന 4ാമത്തെ അധ്യായത്തിൽ പ്ലാനിംഗ് എന്താണെന്ന്, പ്ലാനിങ്ങിൻ്റെ പരിമിതികൾ, പോരായ്മകൾ എന്തൊക്കെയാണ്, പ്ലാനിങ്ങിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ്, ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെയായി ചർച്ച ചെയ്ത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്ലാനിങ് പ്രോസസ്സ്, പ്ലാനിങ് പ്രക്രിയ എന്താണ്, ആസൂത്രണ പ്രക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ സ്റ്റെപ്സ് ഇൻ പ്ലാനിങ് ആസൂത്രണത്തിലെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. അതിലൊന്നാമതായി സെറ്റിംഗ് ദി ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യനിർണ്ണയം. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ പ്ലാനിങ് ഈസ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. പ്ലാനിങ്ങിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കലാണ്. ദ ഒബ്ജക്റ്റീവ്സ് മസ്റ്റ് ബി ക്ലിയർ ആൻഡ് സ്പെസിഫിക്. ലക്ഷ്യം എന്ന് പറയുന്നത് വളരെ വ്യക്തവും സ്പഷ്ടവുമായിരിക്കണം. ദ ഒബ്ജക്റ്റീവ് ഓഫ് ദി എൻറ്റയർ ഓർഗനൈസേഷൻ ഈസ് ലേഡ് ഡൗൺ ഫസ്റ്റ്. സ്ഥാപനത്തിൻ്റെ മൊത്തത്തിലുള്ള ലക്ഷ്യം ആദ്യം തീരുമാനിക്കുന്നു. ആൻഡ് ദറ്റ് ഇറ്റ് ഈസ് ബ്രോക്കൺ ഡൗൺ ഇൻ ടു ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് ഇൻഡിവിജ്വൽസ്. എന്നിട്ട് സ്ഥാപനത്തിനാകെ തീരുമാനിച്ച ഈ ലക്ഷ്യത്തെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് വിഭജിച്ച് കൊടുക്കുന്നു. ഓരോ വകുപ്പിനും പ്രത്യേകം വേണ്ട ലക്ഷ്യങ്ങൾ തീരുമാനിക്കുന്നു. അപ്പോൾ ആദ്യം സ്ഥാപനത്തിന് നേടിയെടുക്കേണ്ട ലക്ഷ്യം വ്യക്തമാക്കുന്നു. സ്ഥാപനത്തിനാകെ ഒരു ലക്ഷ്യം തീരുമാനിക്കുന്നു. എന്നിട്ട് ഓരോ വകുപ്പിനും പ്രത്യേകം വേണ്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് തീരുമാനിക്കുന്നു. അതിന് ഉദാഹരണം, എക്സാമ്പിൾ, ഈ മാസം 10,000 രൂപ ലാഭം നേടണം എന്ന് വിചാരിക്കുക. അപ്പോൾ അത് സ്ഥാപനത്തിൻ്റെ ഒരു ലക്ഷ്യം. സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം, ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് സ്ഥാപനത്തിനൊരു ലക്ഷ്യം തീരുമാനിക്കുകയാണ്. എന്താണ്? ഈ മാസം 10,000 രൂപ ലാഭം നേടണം. അങ്ങനെ തീരുമാനിച്ചിട്ട് ഇറ്റ് ഈസ് ഡിവൈഡഡ്, പിന്നെ അത് വിഭജിച്ചു കൊടുക്കുകയാണ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു ലക്ഷ്യം നിർണ്ണയിച്ചു കൊടുക്കുകയാണ്. എന്താണ്? 10,000 രൂപ ഈ മാസം ലാഭം ഉണ്ടാകണമെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ മാസം 1,00,000 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കണം. 10,000 രൂപ ലാഭം ഉണ്ടാകണമെങ്കിൽ 1,00,000 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കണം. ഉദാഹരണത്തിന് 1000 യൂണിറ്റ് ഉൽപ്പാദിക്കും. ഇപ്പോൾ ചെരുപ്പ് നിർമ്മാണ കമ്പനിയാണ് വിചാരിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ചെരുപ്പ് നിർമ്മിക്കുന്ന കമ്പനിയാണെങ്കിൽ 1000 യൂണിറ്റ് ചെരുപ്പ്, 10,000 രൂപ ലാഭം ഈ മാസം കിട്ടാൻ 1000 യൂണിറ്റ് ചെരുപ്പ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഉൽപ്പാദനം നടത്തുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, ചെരുപ്പ് നിർമ്മിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ്. അവരോട് പറയാണ്, നിങ്ങൾ 1000 യൂണിറ്റ് ചെരുപ്പ് ഇക്കുറി ഉണ്ടാക്കണം. എന്നിട്ട് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിന് വേറെ ലക്ഷ്യം കൊടുക്കുകയാണ്. 1000 യൂണിറ്റ് ഉണ്ടാക്കണം എന്ന് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനോട് നിർദ്ദേശിക്കുന്നു. സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിനോട് വേറൊരു പ്ലാൻ കൊടുക്കുന്നു. എന്താണ്? ഈ മാസം 10,000 രൂപ ലാഭം കിട്ടണം. അത് കിട്ടാൻ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ മാസം 2,000 യൂണിറ്റിൻ്റെ ഉൽപ്പാദനം, 2,000 യൂണിറ്റിൻ്റെ വിൽപ്പന നടത്തണം. 2,000 യൂണിറ്റ് ചെരുപ്പ് ഈ മാസം നിർബന്ധമായും വിറ്റിരിക്കണം. എങ്കിൽ മാത്രമേ സ്ഥാപനം നിശ്ചയിച്ച 10,000 രൂപ ലാഭം എന്ന ലക്ഷ്യം നേടാൻ പറ്റൂ. അപ്പോൾ ഇവിടെ ലക്ഷ്യം നിർണ്ണയിക്കുന്നത് സ്ഥാപനത്തിനൊന്നായിട്ടാണ്. അത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ലക്ഷ്യം നിർണ്ണയിക്കും, സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം. അത് ഉദാഹരണം നമ്മളിവിടെ പറഞ്ഞു, 10,000 രൂപ ലാഭം ഈ മാസം ലഭിക്കണം.
എന്നിട്ട് ഈ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഈ 10,000 രൂപ ലാഭം കിട്ടാൻ വേണ്ട ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ നിർണ്ണയിക്കുന്നു. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് 1000 യൂണിറ്റ് ഉൽപ്പാദനം നടത്തണം. സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് 2000 യൂണിറ്റ് ഈ മാസം വിൽക്കണം. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ ലക്ഷ്യങ്ങൾ നിർണ്ണയിച്ചു കൊടുക്കുന്നു. ഇതാണ് സെറ്റിംഗ് ദി ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യനിർണ്ണയം എന്ന സ്റ്റെപ്പിലൂടെ പ്ലാനിങ് നടത്തുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഡെവലപ്പിംഗ് പ്ലാനിംഗ് പ്രിമിസസ്, പ്ലാനിംഗ് സങ്കല്പങ്ങൾ വികസിപ്പിക്കൽ. ഈ പ്ലാൻ തയ്യാറാക്കുന്ന പ്ലാനിങ് ഈസ് ഡൺ ഫോർ ദ ഫ്യൂച്ചർ വിച്ച് ഈസ് അൺസെർട്ടൺ. നമുക്കറിയാം പ്ലാനിങ് എന്ന് പറയുന്നത് ഭാവിയിലേക്കുള്ളതാണ്. ഭാവിയാണെങ്കിലോ അൺസെർട്ടൺ, അനിശ്ചിതത്വമാണ്. അപ്പോൾ ഈ അനിശ്ചിതമായ ഭാവി ആയതുകൊണ്ട്, ഭാവിയെക്കുറിച്ച് കൃത്യമായി ഒന്നും അറിയാത്തതുകൊണ്ട് നമ്മൾ ഭാവിയെക്കുറിച്ചുള്ള ചില അനുമാനങ്ങൾ നടത്തുന്നു. സർട്ടൻ അസംഷൻസ് ആർ മെയ്ഡ്. ഭാവിയെക്കുറിച്ച് ചില അനുമാനങ്ങൾ നടത്തുന്നു. ഈ അനുമാനങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്ലാനിങ് പ്രിമിസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഭാവിയെക്കുറിച്ച് നമ്മൾ നടത്തുന്ന ചില അനുമാനങ്ങളാണ് പ്ലാനിങ് സങ്കല്പങ്ങൾ. അതിന് ഉദാഹരണത്തിന് എ ബിസിനസ് ഈസ് ആൻറ്റിസിപ്പേറ്റിംഗ് ഇൻക്രീസ് ഇൻ ദ സെയിൽസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. കമ്പ്യൂട്ടേഴ്സിൻ്റെ വിൽപ്പന ഈ വർഷം വർദ്ധിക്കും എന്ന് ബിസിനസ് സ്ഥാപനം വിചാരിക്കുന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? അസ്യൂമിങ് ദാറ്റ്, ഇങ്ങനെ സങ്കല്പിച്ചുകൊണ്ട്, സെയിൽ ടാക്സ് ഓൺ കമ്പ്യൂട്ടേഴ്സ് വിൽ ബി ഡിക്രീസ്ഡ് ബൈ ദ ഗവൺമെൻറ്. ഗവൺമെൻറ് ഈ വർഷം കമ്പ്യൂട്ടേഴ്സിൻ്റെ മുകളിലുള്ള സെയിൽ ടാക്സ് കുറക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്, എന്ന് സങ്കല്പിച്ചുകൊണ്ട് വിൽപ്പനയിൽ വർധനവുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് പ്ലാനിംഗ് സങ്കല്പങ്ങളുടെ രൂപീകരണമാണ്, വികസിപ്പിക്കലാണ്. അപ്പോൾ ഭാവിയിൽ കമ്പ്യൂട്ടേഴ്സിൻ്റെ വിൽപ്പന നികുതിയിൽ കുറവുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വിൽപ്പന വർദ്ധിക്കുന്നു. അപ്പോൾ വിൽപ്പന വർദ്ധിക്കും എന്ന് അനുമാനിക്കുക. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാപനത്തിന് ഒരു ലക്ഷ്യം തീരുമാനിക്കാൻ പറ്റും. ഈ വർഷം കുറച്ച് കൂടുതൽ ലാഭം ലക്ഷ്യമായിട്ട് 10,000 രൂപ ലാഭം ലക്ഷ്യമായിട്ട് തീരുമാനിക്കാൻ പറ്റും. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് ഐഡൻറ്റിഫൈയിങ് ആൾട്ടർനേറ്റീവ്സ്, ബദലുകൾ കണ്ടെത്തുക, തിരിച്ചറിയാം. there are alternative ways for achieving the same goal. ഒരു ലക്ഷ്യം നേടാൻ തന്നെ ഒരുപാട് ബദൽ മാർഗങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു ഉദാഹരണത്തിന്, ടു ഇൻക്രീസ് സെയിൽസ്, വിൽപ്പന വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം. ലാഭം കൂട്ടുക, ഇതൊക്കെ ലക്ഷ്യം. അപ്പോൾ വിൽപ്പന വർദ്ധിപ്പിക്കുക എന്നൊരു ലക്ഷ്യമാണെന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് വേയ്സ് ആർ ദിസ്. ഇങ്ങനെ ഈ വിൽപ്പന വർദ്ധിപ്പിക്കാൻ പല മാർഗങ്ങളുണ്ട്, പല ബദലുകളുണ്ട്. ലൈക്ക് അഡ്വർടൈസ്മെൻറ്റ്, 1 പരസ്യം കൊടുക്കുക, 2 റെഡ്യൂസിങ് പ്രൈസസ്, വില കുറക്കാം, അല്ലെങ്കിൽ ഇംപ്രൂവ് ക്വാളിറ്റി, ഗുണമേന്മ വർദ്ധിപ്പിക്കുക, സ്ഥാപനത്തിൻ്റെ ഗുണം കൂട്ടുക. ഇതൊക്കെ ബദൽ മാർഗങ്ങളാണ്. ഈ ബദൽ മാർഗങ്ങളെ ഏതൊക്കെ ഉണ്ട് എന്ന് കണ്ടെത്തലാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ പ്ലാനിങ്ങിൻ്റെ മൂന്നാമത്തെ സ്റ്റെപ്പാണ് ബദൽ മാർഗങ്ങൾ ഏതൊക്കെയുണ്ട് എന്ന് കണ്ടെത്തുക. ഒരു ലക്ഷ്യം നേടാൻ തന്നെ പല ബദൽ മാർഗങ്ങളുണ്ട്. അത് ഏതൊക്കെ ബദൽ മാർഗങ്ങളുണ്ട് എന്ന് കണ്ടെത്തലാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. നമ്മളതിന് ഉദാഹരണം പറഞ്ഞു. വിൽപ്പന വർദ്ധിപ്പിക്കാൻ പല ബദൽ മാർഗങ്ങളുണ്ട്. 1 പരസ്യം കൂട്ടുക, അല്ലെങ്കിൽ വില കുറയ്ക്കുക, അല്ലെങ്കിൽ ക്വാളിറ്റി വർദ്ധിപ്പിക്കുക. ഇതൊക്കെ വിൽപ്പന വർദ്ധിപ്പിക്കുന്നതിന് സ്വീകരിക്കാവുന്ന ബദൽ മാർഗങ്ങളാണ്. നാലാമത്തെ സ്റ്റെപ്പ് ഇവാലുവേറ്റിംഗ് ആൾട്ടർനേറ്റീവ്സ്. എന്നിട്ട് ഈ ബദൽ മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ ഓരോ ബദൽ മാർഗങ്ങളും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം, വിലയിരുത്തണം. ബദലുകളുടെ വിലയിരുത്തൽ എന്നാണ് നാലാമത്തെ സ്റ്റെപ്പ്. എന്ന് പറഞ്ഞാൽ ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആസ്പെക്റ്റ് ഓഫ് ഈച്ച് ആൾട്ടർനേറ്റീവ്. ഓരോ ബദൽ മാർഗത്തിൻ്റെയും പോസിറ്റീവായ ആസ്പെക്റ്റും നെഗറ്റീവായ ആസ്പെക്റ്റും വിലയിരുത്തണം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഓരോ ബദൽ മാർഗത്തിൻ്റെയും മെറിറ്റും ഡീമെറിറ്റും, ഗുണവും ദോഷവും വിലയിരുത്തണം. ബേസ്ഡ് ഓൺ ദെയർ ഫീസിബിലിറ്റി ആൻഡ് കോൺസിക്വൻസസ്. ഓരോ ബദൽ മാർഗത്തിൻ്റെയും
പിന്നെ കോൺസിക്വൻസസ് അനന്തരഫലങ്ങൾ നമ്മൾ നോക്കിയിട്ട് അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും വിലയിരുത്തുക. ഇതാണ് 5ാമത്തെ സ്റ്റെപ്പ്. പോസിറ്റീവും നെഗറ്റീവും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബദൽ മാർഗം തിരഞ്ഞെടുക്കുക. ഉദാഹരണത്തിന് നമ്മൾ ആദ്യം പിന്നെ വിൽപ്പന വർദ്ധിപ്പിക്കുന്നതിന് ബദൽ മാർഗ്ഗങ്ങൾ 3 ഉണ്ട്. 3 ഒരുപാട് ബദൽ മാർഗ്ഗങ്ങളുണ്ട്. ഒന്ന് പരസ്യം കൊടുക്കുക, വില കുറയ്ക്കുക, ക്വാളിറ്റി വർദ്ധിപ്പിക്കുക. അപ്പോൾ പരസ്യം കൊടുക്കുക ഒന്ന് ഉദാഹരണമായിട്ട് എടുക്കുക. പരസ്യം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പരസ്യം കൊടുക്കുക എന്ന ബദൽ മാർഗ്ഗം നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ, അപ്പോൾ ഈ പരസ്യം കൊടുക്കുക എന്ന മാർഗം സ്വീകരിക്കുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് എന്താ, ഈ പരസ്യം കൊടുത്താൽ എത്രത്തോളം വിൽപ്പന വർദ്ധിക്കും എന്നുള്ളത് നമ്മൾ നോക്കണ്ടേ, അതിൻ്റെ പോസിറ്റീവ്. അതുപോലെ നെഗറ്റീവ് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വിൽപ്പന വർദ്ധിപ്പിക്കാൻ വേണ്ടി പരസ്യം കൊടുക്കുമ്പോൾ പരസ്യം കൊടുക്കുന്നതിന് വേണ്ട ചിലവെത്ര വരും എന്നുള്ളതും നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ പരസ്യം കൊടുക്കുക എന്ന ആൾട്ടർനേറ്റീവ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പോസിറ്റീവും നോക്കണം, വിൽപ്പന എത്ര വർദ്ധിക്കും നോക്കണം, നെഗറ്റീവ് അതുകൊണ്ട് ചിലവെത്ര കൂടും, പരസ്യം കൊടുക്കാൻ ഒരുപാട് ചിലവ് വരും, ആ ചിലവെത്ര കൂടും എന്നുള്ളതും നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഓരോ മാർഗങ്ങളും നമ്മളിങ്ങനെ പോസിറ്റീവും നെഗറ്റീവും നോക്കി വിലയിരുത്തണം. ഇതാണ് 4ാമത്തെ സ്റ്റെപ്പ്. 5ാമത്തെ സ്റ്റെപ്പ് സെലക്ടിങ് ദി ബെസ്റ്റ് ആൾട്ടർനേറ്റീവ്. ഏറ്റവും നല്ല ഇങ്ങനെ വിലയിരുത്തിയിട്ട് ഓരോ ബദൽ മാർഗത്തിൻ്റെയും പോസിറ്റീവും നെഗറ്റീവും നോക്കുക. പരസ്യം കൊടുക്കുക എന്നുള്ളതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് നോക്കുക, അല്ലെങ്കിൽ ക്വാളിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളതിൻ്റെ ക്വാളിറ്റി കൂട്ടുക. സാധനങ്ങളുടെ ക്വാളിറ്റി കൂട്ടിയാലും വിൽപ്പന വർദ്ധിക്കുമല്ലോ. അപ്പോൾ സാധനങ്ങളുടെ ക്വാളിറ്റി കൂട്ടുക എന്നുള്ള ആൾട്ടർനേറ്റീവിൻ്റെ പോസിറ്റീവും നെഗറ്റീവും നോക്കണം. അതിൻ്റെ ക്വാളിറ്റി കൂട്ടുമ്പോൾ എന്തൊക്കെ പോസിറ്റീവ് ആസ്പെക്റ്റ് ഉണ്ട്, അതുപോലെ ക്വാളിറ്റി കൂട്ടിയാൽ എന്തൊക്കെ നെഗറ്റീവ് ഉണ്ട്. നെഗറ്റീവ് ഇപ്പോൾ ചിലവ് കൂടും, എന്തായാലും ക്വാളിറ്റി കൂട്ടുമ്പോൾ ചിലവ് കൂടും. അപ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കണം. ഇങ്ങനെ നോക്കിയിട്ട് ആഫ്റ്റർ അനലൈസിങ് ദി മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓരോന്നിൻ്റെയും മെറിറ്റും ഡിമെറിറ്റും നോക്കിയിട്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വൺ ഈസ് ടു ബി സെലക്റ്റഡ്. ഏറ്റവും നല്ല മാർഗം സെലക്ട് ചെയ്യണം. ഏറ്റവും നല്ല മാർഗം ഓരോന്നിൻ്റെയും പോസിറ്റീവ് നെഗറ്റീവ് നോക്കിയിട്ട് ഏറ്റവും നെഗറ്റീവ് കുറഞ്ഞ, പോസിറ്റീവ് ഏറ്റവും കൂടിയ, നെഗറ്റീവ് ഏറ്റവും കുറഞ്ഞ, മെറിറ്റ് കൂടിയ ഡിമെറിറ്റ് കുറഞ്ഞ ഒരു ബദൽ മാർഗം ഈസ് ടു ബി സെലക്റ്റഡ്. അത് നമ്മൾ തിരഞ്ഞെടുക്കണം. ഏതൊക്കെ നോക്കിയിട്ട് ഇവാലുവേറ്റിംഗ് കോസ്റ്റ്, ചിലവ് നോക്കിയിട്ട്, റിസ്ക്, ഓരോന്നിൻ്റെയും റിസ്ക് നോക്കണം, ബെനിഫിറ്റ് ടു ഓർഗനൈസേഷൻ, സ്ഥാപനത്തിന് എന്തൊക്കെ നേട്ടമുണ്ടാകും എന്ന് ഓരോ ബദൽ മാർഗത്തിൻ്റെയും വിലയിരുത്തിയിട്ട് ഏറ്റവും നല്ല ബദൽ മാർഗം തിരഞ്ഞെടുക്കലാണ് 5ാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ ചിലവ് നോക്കിയിട്ട് ചിലവ് ഏറ്റവും കുറവുള്ള നോക്കണം, റിസ്ക് അതിൻ്റെ അപകട സാധ്യത ഏറ്റവും കുറഞ്ഞെടുക്കണം, റിസ്ക് ഏറ്റവും കുറഞ്ഞ ബദൽ മാർഗം തിരഞ്ഞെടുക്കണം. അതുപോലെ സ്ഥാപനത്തിന് ഏറ്റവും നേട്ടം ഉണ്ടാകുന്ന ബദൽ മാർഗം തിരഞ്ഞെടുക്കണം. ഇതാണ് സെലക്ടിങ് ദി ബെസ്റ്റ് ആൾട്ടർനേറ്റീവ്. 6ാമത്തെ സ്റ്റെപ്പാണ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പ്ലാൻസ്. ഈ പ്ലാനുകൾ നടപ്പിലാക്കൽ. ഇംപ്ലിമെൻറ്റേഷൻ മീൻസ് പുട്ടിംഗ് പ്ലാൻസ് ഇൻ ടു ആക്ഷൻ. പ്ലാനുകൾ പ്രവർത്തന പദത്തിൽ കൊണ്ടുവരലാണ്, പ്രയോഗത്തിൽ വരുത്തുന്ന ഘട്ടമാണ് ഈ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പ്ലാൻസ് എന്ന് പറയുന്നത്. ടു അച്ചീവ് ദി ഒബ്ജക്റ്റീവ്, നമ്മൾ നിർണയിച്ച ലക്ഷ്യം നേടാൻ വേണ്ടി പ്ലാനുകളെ നടപ്പിലാക്കുക, പ്രയോഗത്തിൽ കൊണ്ടുവരാം. ഫോർ ദ സക്സസ്ഫുൾ ഇംപ്ലിമെൻറ്റേഷൻ, ഈ നല്ല വിജയകരമായി നടപ്പിലാകണമെങ്കിൽ ദ പ്ലാൻസ് ആർ ടു ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ലോവർ ലെവൽസ് അറ്റ് എവരി സ്റ്റേജ്. ഓരോ ഘട്ടത്തിലും ഈ പ്ലാനുകൾ കീഴ്ത്തല മാനേജ്മെൻറ്റിനെ അറിയിച്ചു കൊണ്ടിരിക്കണം. എങ്കിൽ മാത്രം. അപ്പോൾ ആരാ പ്ലാനുകൾ തയ്യാറാക്കുന്നത്? നമുക്കറിയാം, സ്ഥാപനത്തിനാകെയുള്ള പ്ലാനുകൾ തയ്യാറാക്കുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റാണ്. ഈ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് പ്ലാൻ തയ്യാറാക്കി അവിടെ ഇരുന്നത് കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. ഈ തയ്യാറാക്കിയ പ്ലാൻ അവർ ഓരോ ഘട്ടത്തിലും ലോവർ ലെവൽ മാനേജേഴ്സിനെയും മിഡിൽ ലെവൽ മാനേജേഴ്സിനെയും അറിയിച്ചു കൊണ്ടിരിക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ ഈ പ്ലാനുകൾ ഫലപ്രദമായി വിജയകരമായി നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂ. 7ാമത്തെ സ്റ്റെപ്പാണ് ഫോളോ അപ്പ് പറഞ്ഞാൽ അതിൻ്റെ തുടർ നടപടികൾ. പ്ലാൻസ് ആർ ടു ബി ഇവാലുവേറ്റഡ് റെഗുലർലി ടു ചെക്ക് വെദർ ദേ ആർ പ്രൊസീഡിങ് ഇൻ റൈറ്റ് വേ.
പ്ലാനുകൾ നടപ്പിലാക്കിയോ പ്രവർത്തനങ്ങൾ തുടങ്ങിയോ എന്നെല്ലാം അറിയാൻ ഇത് നമ്മൾ സൂക്ഷ്മമായിട്ട് ഈ പ്ലാനുകൾ നിരീക്ഷിക്കേണ്ടതുണ്ട്. ഷോർട്ട് ഫാൾസ് ക്യാൻ ബി ലൊക്കേറ്റഡ് ആൻഡ് റെമഡിയൽ ആക്ഷൻസ് ക്യാൻ ബി ടേക്കൺ വെൽ ഇൻ അഡ്വാൻസ്. അങ്ങനെ നമ്മൾ കൃത്യമായി പ്ലാൻ നടപ്പിലാക്കിയോ എന്ന് നിരീക്ഷിക്കുകയാണെങ്കിൽ പോരായ്മകൾ കണ്ടെത്താനും അതിന് പരിഹാര നടപടികൾ സ്വീകരിക്കാനും മുൻകൂട്ടി എടുക്കാനും നമുക്ക് കഴിയും. അപ്പോൾ ഫോളോ അപ്പ് പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ്. പ്ലാൻസ് നടപ്പിലാക്കിയോ കൃത്യമായി നടപ്പിലാക്കപ്പെടുന്നുണ്ടോ എന്ന് റെഗുലർലി ടു ചെക്കിങ് റെഗുലർലി എല്ലായ്പ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് പോരായ്മകൾ പെട്ടെന്ന് കണ്ടെത്താനും പരിഹാര നടപടികൾ പെട്ടെന്ന് മുൻകൂട്ടി എടുക്കാനും സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ 7 സ്റ്റെപ്പുകളൊന്ന് പറഞ്ഞു നോക്കൂ. 1, സെറ്റിംഗ് ദി ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുക. സ്ഥാപനത്തിനാകെയുള്ള ലക്ഷ്യങ്ങൾ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് നിർണ്ണയിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞു 10,000 രൂപ ലാഭം ഈ മാസം ലഭിക്കണം എന്ന് ലക്ഷ്യം തീരുമാനിക്കുക. അത് സെറ്റിംഗ് ദി ഒബ്ജക്റ്റീവാണ്. 2, ഡെവലപ്പിംഗ് പ്ലാനിംഗ് പ്രിൻസിപ്പൽസ്. ഈ ലക്ഷ്യം നിർണ്ണയിച്ചാൽ 10,000 രൂപ ലാഭം നേടണം എന്ന് തീരുമാനിച്ചാൽ അതിനനുസൃതമായ പ്ലാനിംഗ് സങ്കല്പങ്ങളുടെ രൂപീകരണം. 3, ഐഡൻറ്റിഫൈയിങ് ആൾട്ടർനേറ്റീവ്സ്. ഇതിൻ്റെ ബദൽ മാർഗ്ഗങ്ങൾ തിരിച്ചറിയാം. അപ്പോൾ 10,000 രൂപ ലാഭം നേടണം ഈ മാസം, അതിനെന്തൊക്കെ മാർഗ്ഗങ്ങളുണ്ട്? വിൽപ്പന വർദ്ധിപ്പിക്കാൻ, പിന്നെ പരസ്യം സ്വീകരിക്കാം, ക്വാളിറ്റി വർദ്ധിപ്പിക്കാം, ലാഭം കൂട്ടാൻ. അപ്പോൾ ഏതൊക്കെ മാർഗ്ഗങ്ങളുണ്ട് എന്ന് കണ്ടെത്തൽ. 4, ഇവാലുവേറ്റിംഗ് ദി ആൾട്ടർനേറ്റീവ്സ്. ഈ കണ്ടെത്തിയ ബദൽ മാർഗ്ഗങ്ങളൊക്കെ വിലയിരുത്തുക. ഓരോന്നിൻ്റെയും മെറിറ്റും ഡിമെറിറ്റും നോക്കി വിലയിരുത്തുന്നു. 5, സെലക്ടിങ് ദി ബെസ്റ്റ് ആൾട്ടർനേറ്റീവ്. ഏറ്റവും നല്ല ബദൽ മാർഗം തിരഞ്ഞെടുക്കുക. അപ്പോൾ ഓരോന്നിൻ്റെയും മെറിറ്റും ഡിമെറിറ്റും നോക്കി ഏറ്റവും കൂടുതൽ പോസിറ്റീവുള്ള, ഏറ്റവും കുറച്ച് നെഗറ്റീവ്സുള്ള മാർഗം തിരഞ്ഞെടുക്കുക. 6, ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പ്ലാൻസ്. ഇങ്ങനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അത് പ്ലാൻ കൃത്യമായി വിജയകരമായി നടപ്പിലാക്കാൻ എല്ലാ മാനേജേഴ്സിനെയും, ലോവർ ലെവൽ മാനേജേഴ്സിനെയും മിഡിൽ ലെവൽ മാനേജേഴ്സിനെയും ഇത് ഇടയ്ക്കിടെ അറിയിച്ചു കൊണ്ടിരിക്കണം. 7, ഫോളോ അപ്പ് പറഞ്ഞാൽ ഈ പ്ലാൻ കൃത്യമായി നടപ്പിലാക്കപ്പെടുന്നുണ്ടോ എന്ന് സൂക്ഷ്മമായിട്ട് എപ്പോഴും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ പരിഹരിക്കുക, പരിഹാര നടപടികൾ സ്വീകരിക്കുക. ഇത്രയുമാണ് പ്ലാനിങ് പ്രക്രിയ എന്ന് പറയുന്ന ഈ ഭാഗം. ഇതിലെ പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാലും പ്ലാനിങ് പ്രോസസ്സിനെ കുറിച്ച് ചോദിച്ചാലും നിങ്ങൾ ഇത് തന്നെയാണ് ഉത്തരമായി എഴുതേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട ചെറിയൊരു മൾട്ടിപ്പിൾ ചോയ്സ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഓൺലൈൻ ടെസ്റ്റ് ഉണ്ട്. അതെല്ലാവരും നിർബന്ധമായും ചെയ്യാം.